മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു 2024 പുറത്തിറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ്. ഭാഷയുടെ അതിർവരമ്പുകൾ തകർത്ത് തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ചിത്രം വലിയ വിജയമായി. ഒരു കൂട്ടം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ചിത്രത്തിൽ സുഭാഷ് എന്ന കഥാപാത്രത്തെ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന സീൻ ഏറ്റവും പീക്കായിരുന്നു. ചിദംബരത്തിന്റെ സംവിധാനത്തിലൊരുങ്ങി തെന്നിന്ത്യ മുഴുവൻ വമ്പൻ തരംഗം സൃഷ്ടിച്ച മഞ്ഞുമ്മൽ ബോയ്സിന്റെ മേക്കിംഗ് വീഡിയോ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. തിങ് മ്യൂസിക്കിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് 16 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച ഗുണാകേവിന്റെ സെറ്റ് നിർമ്മാണത്തിന്റെയും ചിത്രീകരണത്തിന്റെയും VFX ജോലികളുടെയും ബിഹൈൻഡ് ദ സീനുകളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആർട്ട് ഡയറക്ടറായ അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിലാണ് അണിയറ പ്രവർത്തകർ ഗുണാകേവിന്റെ ഭീമൻ സെറ്റ് നിർമ്മിച്ചത്. ചിത്രത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഗുണാകേവിൽ തന്നെ ചിത്രം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ച സംവിധായകൻ ചിദംബരവും സഹായികളും കൊടൈക്കനാലിലേക്ക് ചെന്ന് ഗുണാകേവ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രധാന ഇടങ്ങളിലേക്ക് പ്രൊഡക്ഷൻ ക്രൂവിന് എത്തിപ്പെടാനും ജോലി ചെയ്യാനുമുള്ള ബുദ്ധിമുട്ടുകളും ലൈറ്റപ്പ് ചെയ്യാനും മറ്റുമുള്ള പരിമിതികളും മൂലം ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചെടുത്ത ചെടികളുടെയും പാറക്കെട്ടുകളുടെയും ഒപ്പം യഥാർത്ഥ വസ്തുക്കളും ഉൾപ്പെടുത്തിയാണ് ഗുഹയ്ക്കകം പ്രൊഡക്ഷൻ ടീം നിർമ്മിച്ചത്. കൂടാതെ കഥാപാത്രങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട രംഗങ്ങളിലെ ഗുഹാഭിത്തികളും പാറയിടുക്കുകളുമെല്ലാം പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ പ്രത്യേകം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരുന്നു. സൗബിൻ ഷാഹിറിന്റെ കഥാപാത്രം ശ്രീനാഥ് ഭാസിയെ രക്ഷിക്കാൻ കയർ കെട്ടി കുഴിക്കുള്ളിലേക്ക് ഇറങ്ങുന്ന രംഗത്തിലെ കിടങ്ങ് 150 അടിയോളം ഉയരത്തിലാണ് അജയൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിൽ പ്രൊഡക്ഷൻ ടീം നിർമ്മിച്ചത്. ശ്രീനാഥ് ഭാസി അവതരിപ്പിച്ച സുഭാഷ് എന്ന കഥാപാത്രത്തെയും കൊണ്ട് തറയിൽ നിന്ന് 40 അടി ഉയരത്തിൽ തൂങ്ങിക്കിടന്നാണ് സൗബിൻ ലൂസ് അടിക്കട എന്ന് പറയുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറായ അജയൻ ചാലിശ്ശേരി.